ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. തകർപ്പൻ ഫോമിലാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവസാനത്തെ 2 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുകളും 1 അസിസ്റ്റും സ്വന്തമാക്കാൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെയ്മർ ജൂനിയറെ ബ്രസീലിയൻ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുമോ എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യമാണ്. മെയ് മാസത്തിലാണ് വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് ആഞ്ചലോട്ടി പ്രഖ്യാപിക്കുക. ആ സ്ക്വാഡിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ എന്ന് ആഞ്ചലോട്ടിയോട് വീണ്ടും ചോദിക്കപ്പെട്ടിരുന്നു. അതായത് ഇന്നലെ ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആഞ്ചലോട്ടി മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ സമയത്താണ് ഇതേക്കുറിച്ച് ചോദിച്ചത്. അതായത് നെയ്മർ ജൂനിയർക്ക് വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടാനാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നെയ്മർ ജൂനിയർ നല്ല ഷേപ്പിൽ ആയിരിക്കണം. മാത്രമല്ല, ടീമിൽ ഇടം അർഹിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ടീമിലുള്ള മറ്റു താരങ്ങളെക്കാൾ മികച്ചവനാണ് നെയ്മർ ജൂനിയർ എങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തും എന്നാണ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മർ ജൂനിയർ എന്ന താരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വലിയ താല്പര്യമുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഞാനൊരു കാര്യം വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നു. നമ്മളിപ്പോൾ ഡിസംബർ മാസത്തിലാണ് ഉള്ളത്. വേൾഡ് കപ്പ് ജൂൺ മാസത്തിലാണ്. മെയ് മാസത്തിലാണ് വേൾഡ് കപ്പിനുള്ള ടീമിനെ ഞാൻ തിരഞ്ഞെടുക്കുക. അതുവരെ സമയം അവശേഷിക്കുന്നുണ്ട്. നെയ്മർ വേൾഡ് കപ്പ് ടീമിൽ ഇടം അർഹിക്കുന്നുണ്ടെങ്കിൽ, നെയ്മർ ജൂനിയർ നല്ല ഷേപ്പിലാണെങ്കിൽ, ടീമിലുള്ള ഏതെങ്കിലും താരത്തേക്കാൾ നെയ്മർ ജൂനിയർ മികച്ചവനാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടുക തന്നെ ചെയ്യും. എനിക്ക് ആരോടും ഒന്നും തന്നെ കടപ്പാടില്ല. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മർ ജൂനിയർ നല്ല ഷേപ്പിലായിരിക്കണം, നല്ല ഫിറ്റ്നസ്സിലായിരിക്കണം, മികച്ച രൂപത്തിൽ കളിക്കുകയും വേണം. എന്നാൽ തീർച്ചയായും നെയ്മർ ജൂനിയറെ ടീമിൽ ഉൾപ്പെടുത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇനിയിപ്പോൾ ഒരു 6 മാസത്തോളം നെയ്മർ ജൂനിയർക്ക് മുന്നിൽ ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും ബ്രസീലിയൻ സ്ക്വാഡിൽ ഇടം കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.